യെസ്, ഇത് പഠിച്ച ഫോർമുല എല്ലാം ഒന്ന് പെട്ടെന്ന് വായിച്ചാൽ 5 മിനിറ്റ് ഉണ്ട്. എൻ്റെ പുതിയ ടോപ്പിക്കിലേക്ക് വരാം. പഠിച്ച ഫോർമുല ഓർക്കണ്ടോ? ആദ്യം പഠിച്ച ഫോർമുല F is equal to capital G into m1 into m2 by d square. d ആർന്നൊക്കെ ഉണ്ട് കേട്ടോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ് ചെയ്യുന്നതും ചില ബുക്കുകൾ ആർന്നത്. പിന്നെ നമ്മൾ പഠിച്ച ഫോർമുല G is equal to capital G into mass of earth by radius of earth into square. പിന്നെ നമ്മൾ പഠിച്ചൊരു ഫോർമുല G dash equal to G into R square by, ക്ലാസ്സിൽ ഇല്ലായിരുന്നൊരു വീഡിയോ കണ്ട ഓർമ്മ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചാണ് ഈ പറഞ്ഞത്. G dash equal to G into R square by R plus H whole square. ഇതൊരു ഫോർമുല പഠിച്ചാണ്. ഇനി ഈ ഫോർമുലയിൽ നിന്ന് GMEക്ക് ഒരു ഫോർമുല ഉണ്ടാക്കിയാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ വൺ മോർ ഇക്വേഷൻ. ഏത്? ഈ ഫോർമുലയിൽ നിന്ന് ഞാനൊരു ഫോർമുല ഉണ്ടാക്കാം. G into mass of earth equal to R square into G. അങ്ങനെയാണ് ഈ ഫോർമുല മോഡിഫൈ ചെയ്യാം. G dash is equal to ഈ R square Gക്ക് പകരം ഞാൻ GME എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഒരു ഫോർമുലയോട് കിട്ടി. ഏത്? G dash. എന്താ G dash എന്ന് വെച്ചാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ആൻ ആൾട്ടിറ്റ്യൂഡ്. ഇതും പഠിക്കണം, ഇതും പഠിക്കണം, ഈ ഫോർമുലയും പഠിക്കണം, ആ ഫോർമുലയും പഠിക്കണം. ഇത് കിട്ടിയാൽ പിന്നെ അതിലേക്ക് വരാൻ എളുപ്പമാണ്. ഈ ഫോർമുലയിൽ നിന്ന് എടുത്ത് കോപ്പി ചെയ്യാൻ വേണ്ടി. ഇത് ബൈ ഹാർട്ടിൻ്റെ ഇക്വേഷൻ ആണ്. ഇത് ത്രൂ ഔട്ട് ദ ചാപ്റ്റർ വേണ്ടി. ഈ ഫോർമുല ഈ ചാപ്റ്റർ തീരുന്നവരെ വേണ്ടി ഇത് ബൈ ഹാർട്ടിൻ്റെ ഈ ഇക്വേഷൻ. ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കണം. ഇത് ബേസിക് ലോ ആണ്, ന്യൂട്ടൺസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ. വളരെ ബേസിക് ലോ ആണ്. വീഡിയോ ആദ്യത്തെ 3-4 വീഡിയോസിൽ ഇതെല്ലാം കിടപ്പുണ്ട്. ഡെറിവേഷൻസ് വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഓൾസോ. 8 മാർക്കിൻ്റെ ചോദ്യം CBSE-ലായാലും കേരളയിലായാലും ഇതിൽ ചോദ്യം. സോ ഇവിടെ നിന്നാണ് തുടക്കം. അവിടെ നിന്ന് ഇതിലേക്ക് നമ്മൾ വന്നു, ഇതിൻ്റെ പ്രൂഫിലേക്ക് വന്നു. ഇതിൻ്റെ റേഡിയസ് ഓഫ് എർത്തിൻ്റെ വേരിയേഷൻ നമ്മൾ സ്റ്റഡി ചെയ്തു. സ്പെറിക്കൽ ഷേപ്പ് ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്ലേസ് ടു പ്ലേസ് മാറില്ല എന്ന് പറഞ്ഞു. എലിപ്റ്റിക്കൽ ഷേപ്പ് ആകുമ്പോൾ ആറിൻ്റെ വാല്യൂ വേരിയബിൾ ആയതുകൊണ്ട് G വേരിയബിൾ ആകും എന്ന് പറഞ്ഞു. അത് പ്രകാരം പോളാർ റീജിയനിലാണ് ഏറ്റവും കൂടുതൽ Gയുടെ വാല്യൂ എന്നും പറഞ്ഞു. വെയിറ്റ് ഓഫ് ബോഡി ഏറ്റവും കൂടുതൽ പോളാർ റീജിയനിലാണ്. കാരണം G ഏറ്റവും കൂടുതൽ പോളാർ റീജിയനിലാകുമ്പോൾ വെയിറ്റ് ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു G ആണ്. മാസ് ഇസ് എ കോൺസ്റ്റന്റ്, വേറെ ഇറ്റ് ഇസ് മെഷേർഡ്. നമ്മളൊരു സാധാരണ ത്രാസ് വെച്ചിട്ട് ഒരു ബോഡിയുടെ മാസ് 5 കിലോ എന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ചിട്ട് 5 കിലോ എന്ന് പറഞ്ഞാലും ലണ്ടനിൽ കൊണ്ടുവച്ച് മാസ് വെയിറ്റ് ചെയ്ത് 5 കിലോ തന്നെയായിരിക്കും. അത് നമ്മൾ ദുബായിൽ അളന്നാലും തിരുവനന്തപുരത്ത് അളന്നാലും അത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് അളന്നാലും ഏത് രാജ്യത്ത് പോയി നമ്മൾ മാസ് ഓഫ് എ ബോഡി മെഷർ ചെയ്താൽ മാറ്റം വരില്ല. കാരണം മാസ് ഈസ് ദി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. മാസ് മാറാൻ പാടില്ല, പക്ഷെ വെയിറ്റ് മാറും. വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു G ആണ്. 5 kg ആണെങ്കിൽ 5 into 9.8 49 ന്യൂട്ടൺ. 10 kg ആണ് മാസിന് 10 into 9.8 98 ന്യൂട്ടൺ. 100 kg മാസ് ബോഡിക്ക് 100 into 9.8 980. 100 into 9.8 980 ന്യൂട്ടൺ. 1000 കിലോഗ്രാം ഒരു കാറിൻ്റെ മാസ്. 1000 into 9.8 എത്രയാണ്? 9800 ന്യൂട്ടൺ. അപ്പോൾ മാസ് മാറില്ല, പക്ഷെ മാസ് ഇൻറ്റു G മാറും. കാരണം G മാറും. ആ Gയിലെ മാറ്റമാണ് നമ്മൾ പഠിച്ചത്. ഇത് ഏത് ഇക്വേഷനാണ്? H ഹൈറ്റിൽ വരുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ. H ഹൈറ്റ് നമ്മളെങ്ങനെ കാണിച്ച പടത്തിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊരു വയസ്സാണ്. സോ ദിസ് ഈസ് സെൻറ്റർ ഓഫ് എർത്ത്. സെൻറ്റർ ഓഫ് എർത്തിൽ നമ്മൾ എന്ത് കാണിക്കും? എപ്പോഴും സെൻറ്റർ ഓഫ് എർത്തിൽ മാസ് ഓഫ് എർത്ത് കാണിക്കും. എപ്പോഴും സെൻറ്റർ ഓഫ് എർത്തിൽ നമ്മൾ ME എന്ന് എഴുതും. സെൻറ്റർ ഓഫ് എർത്തിൽ എന്നിട്ട് എവിടെയെങ്കിലും സ്ഥലം ചൂസ് ചെയ്തിട്ട് അവിടെ ഒരു ബോഡി വയ്ക്കും. എവിടെയെങ്കിലും ആ ഹൈറ്റ് നമ്മൾ എന്ത് എഴുതും? H എന്ന് എഴുതും. എർത്തിൻ്റെ റേഡിയസിനെ നമ്മൾ സെൻറ്റർ ഓഫ് എർത്തിനുള്ള അകലമായിട്ട് R എന്ന് എഴുതും. എന്നിട്ട് R plus H ആണ് ഫോർമുലയിൽ കൊണ്ടുവരുന്നത്. ഈ ഡെറിവേഷൻ പഠിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡെൻസിറ്റി ഓഫ് എർത്ത് ആണ് കേട്ടോ. പുതിയ ഹെഡിങ് എഴുതാം. നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഡെൻസിറ്റി ഓഫ് എർത്ത്. ബാക്കിയുള്ളവർ എഴുതിക്കോളും. ഡെൻസിറ്റി ഓഫ് എർത്ത് പുതിയ ഹെഡിങ് നോട്ട് ചെയ്തോളൂ. ഡെൻസിറ്റി ഓഫ് എർത്ത്, ഡെൻസിറ്റി ഓഫ് എർത്ത്. പിന്നെ കഴിഞ്ഞ വീഡിയോസ് ചെയ്ത് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കും. ഡെൻസിറ്റി ഓഫ് എർത്ത്, ഡെൻസിറ്റി ഓഫ് എർത്ത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് എഴുതിക്കോ. ഡെൻസിറ്റി ഓഫ് എനി ബോഡി ഈസ്, ആഡ് ചെയ്തോ, നിങ്ങൾ എഴുതാത്ത സെൻറ്റൻസ് ആഡ് ചെയ്തു. ഡെൻസിറ്റി ഓഫ് എനി ബോഡി ഈസ് റേഷ്യോ ഓഫ് മാസ് ആൻഡ് വോളിയം. ഡെൻസിറ്റി ഓഫ് എനി ബോഡി ഈസ് റേഷ്യോ ഓഫ് mass and volume. Density of any body is ratio of mass and volume. Ratio of mass and volume.
റേഷ്യോ ഓഫ് മാസ് ആൻഡ് വോളിയം. മാസും വോളിയം തമ്മിലുള്ള റേഷ്യോ ആണ് എന്തിന്റെ ഡെൻസിറ്റി കേട്ടോ. ഏറ്റവും കുറവ് ഡെൻസിറ്റി ഏത് മാറ്ററാന്ന് പറയാമോ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ മൂന്നെണ്ണം എടുക്കുക. പ്ലാസ്മ സ്റ്റേറ്റ് നാലാമത്തെ സ്റ്റേറ്റ്. അത് നിൽക്കട്ടെ. ഏറ്റവും കുറവ് ഡെൻസിറ്റി ഗ്യാസസിനാണ്. വൈ? ഒരു നിശ്ചിത വോളിയം ഗ്യാസ് എടുത്താൽ മാസ് കാര്യമായിട്ട് ഉണ്ടാവില്ല. അതേ വോളിയം ലിക്വിഡ് എടുത്താൽ മാസ് ഉണ്ടാവും. അതേ വോളിയം സോളിഡ് ബോഡി ഇമാജിൻ ചെയ്താൽ മാസ് ഹെവിയാണ്. ഞാനൊരു പ്രത്യേക വോളിയം എടുക്കണം. ഇമാജിൻ ചെയ്തു, ഇഷ്ടമുള്ള വോളിയം ഇമാജിൻ ചെയ്തു. ഇഷ്ടമുള്ളൊരു ഒരു വോളിയം ഏത് ആകൃതിയിൽ വേണമെങ്കിൽ ഇമാജിൻ ചെയ്തു. ഈ ഷേപ്പിലോ വേറെ ഷേപ്പിലോ ഇറഗുലർ ഷേപ്പിലോ എങ്ങനെയാണ് ഇമാജിൻ ചെയ്തു. ഇഷ്ടമുള്ളൊരു വോളിയം നിങ്ങൾ അസ്യൂം ചെയ്തോ. ഷേപ്പൊന്നുമില്ല. ഞാൻ ഇഷ്ടമുള്ള വോളിയം അസ്യൂം ചെയ്യണം. ഇത് ഗ്യാസാണ് ഇത്രയും വോളിയം എന്ന് വിചാരിക്കട്ടെ. ഇത് തന്നെ ലിക്വിഡാന്ന് വിചാരിക്കട്ടെ. ഇത് തന്നെ സോളിഡാന്ന് വിചാരിക്കട്ടെ. മൂന്നും മൂന്നാണ്. അപ്പം റോ എന്ന് എഴുതുന്നത് ഡെൻസിറ്റിയുടെ ചിഹ്നം റോ ആണ്. മാസ് ബൈ വോളിയം ഡെൻസിറ്റി ആണ് ഇപ്പം എഴുതി. അപ്പം ഇത്രയും ഭാഗത്തിൽ ഉൾക്കൊള്ളുന്ന മാസ് എന്ന് പറയുന്നത് കുറവായിരിക്കും ഗ്യാസസ്. ഇതേ ഭാഗം ഇത്രയും വ്യാപ്തം, അതായത് ഇത്രയും വോളിയം ലിക്വിഡ് എന്ന് പറഞ്ഞാൽ മാസ് കൂടുതലായിരിക്കും. വോളിയം സെയിം ആണല്ലോ. ഞാൻ സങ്കല്പിക്കുന്നത് ഇത്രയും വോളിയം. ഷേപ്പ് എന്താ അവിടെ? ഷേപ്പ് റൗണ്ടായിട്ട് സ്പെറിക്കലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേണ്ട സിലിണ്ടറിക്കലായിട്ട് എടുക്കാം, അല്ലെങ്കിൽ വേണ്ട ഒരു കോണിക്കലായിട്ട് എടുക്കാം ഷേപ്പ്, അല്ലെങ്കിൽ വേണ്ട ഒരു ഹെമി സ്പെറിക്കലായിട്ട് എടുക്കാം. പകുതി ഗോളം അതാണ്. ഇത് ഫുൾ സ്പിയർ ആണ്, ഇത് ഹാഫാണ്. എനി ഷേപ്പ്. അല്ലെങ്കിൽ വേണ്ട ഒരു ക്യൂബിൻ്റെ ആകൃതിയിൽ എടുക്കാം. ഞാനിപ്പോൾ വരച്ചേക്കുന്നത് ക്യൂബാണ് കേട്ടോ. ക്യൂബാണ്, ക്യൂബിക്കൽ ഷേപ്പാണ് ഇപ്പോൾ വരച്ചേക്കുന്നത്. ക്യൂബിൻ്റെ ആകൃതിയിൽ എടുക്കാം. ഇങ്ങനത്തെ ഒരു ഷേപ്പിലെടുക്കാം. ഏത് ഷേപ്പിലെടുത്താലും ആ ഷേപ്പ് ഉൾക്കൊള്ളുന്ന വോളിയത്തെയാണ് ഞാൻ വീണ്ടും ഉദ്ദേശിക്കുന്നത്. ഷേപ്പിന് പ്രസക്തി ഇല്ല. കാരണം എന്ത് ഷേപ്പായാലും വോളിയം ഉണ്ടല്ലോ. ആ പ്രത്യേക വോളിയത്തിന് മാസ് ഉണ്ട്. ഞാനിപ്പോൾ കുറേ ഷേപ്പ് വരച്ച് കാണിച്ചു. സിലിണ്ടറിക്കൽ ഷേപ്പ്, കോണിക്കൽ ഷേപ്പ്, സ്പെറിക്കൽ ഷേപ്പ്, ക്യൂബിക്കൽ ഷേപ്പ്, പിന്നെ പകുതി സ്പിയർ കാണിച്ചു, ഹെമി സ്പെറിക്കൽ ഷേപ്പ്, ഇറഗുലർ ഷേപ്പ് ഞാൻ കാണിച്ചു. എങ്ങനെ എഴുതണം? അപ്പൊ ഡെൻസിറ്റിയുടെ കൺസെപ്റ്റ് ഞാൻ വീണ്ടും പറയാം കേട്ടോ. ഡെൻസിറ്റി ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ആൻഡ് വോളിയം. അപ്പോൾ നമ്മൾ പറയുന്ന വോളിയത്തിൽ മാസ് കുറവാണെങ്കിൽ മാസ് ബൈ വോളിയം കുറവായിരിക്കും. നമ്മൾ പറയുന്ന വോളിയത്തിന്റെ ഷേപ്പ് എന്താവട്ടെ, മാസ് കൂടുതലാണെങ്കിൽ മാസ് ബൈ വോളിയം കൂടുതലായിരിക്കും. ഞാൻ പറയുന്ന ഷേപ്പ് ഇത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ എയർ ആണ് ഇതിനകത്ത്, അങ്ങനെ തന്നെ ഒരു ഷേപ്പിൽ വാട്ടറാണ്, അങ്ങനെ തന്നെ ഒരു ഷേപ്പിൽ ഒരു ലിക്വിഡാണ്, അങ്ങനെ തന്നെ ഒരു ഷേപ്പിൽ ഒരു സോളിഡാണ്, അങ്ങനെ തന്നെ ഒരു ഷേപ്പിൽ ആ സോളിഡ് തന്നെ കുറച്ചുകൂടി ഹെവി ആയ സോളിഡാണ്, ലൈക്ക് റോക്ക്. അങ്ങനെ തന്നെ ഒരു ഷേപ്പിൽ ഞാൻ എടുക്കുന്നത് ഒരു മെറ്റലാണ്, ഗോൾഡ്. അതേ ഷേപ്പിൽ ഞാൻ ഇമാജിൻ ചെയ്യുന്ന വേറൊരു മെറ്റീരിയലാണ്, സംതിങ് എന്താണ്, ഒരു സ്റ്റീല്. അപ്പോൾ പലതിനും പല ഡെൻസിറ്റിയാണ്. കാരണം ഒരേ വോളിയത്തിൽ ഉൾക്കൊള്ളുന്ന മാസ് ഡിഫറെൻ്റ് ആയിരിക്കും. മാസ് ബൈ വോളിയം എന്ന് പറയുന്നതാണ് ഡെൻസിറ്റി. ഞാനിപ്പോൾ ഇതിന്ന് വരാൻ പോണ വേറെ ഒന്നുമല്ല, എർത്തിൻ്റെ ഡെൻസിറ്റിയിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ റോ എന്ന് എഴുതിയിട്ട് ചില ബുക്കുകളിലൂടെ എർത്ത് എന്നും കൂടി എഴുതും. ഈക്വൽ ടു മാസ് ഓഫ് എർത്ത് ബൈ വോളിയം ഓഫ് എർത്ത്. അത് ഫോർമുല തന്നെ, മാസ് ബൈ വോളിയം. മാസ് ഓഫ് എർത്തിനെ ഞാൻ എം ഇ തന്നെ എഴുതാൻ പോകണം. വോളിയം ഓഫ് എർത്തിനെ ഞാൻ എഴുതാൻ പോണത് സ്പെറിക്കൽ ഷേപ്പായി എടുക്കാൻ പോണു. 4/3 πr ക്യൂബ്. നിങ്ങൾ 9-ലോ 8-ലോ 10-ലോ എവിടെ പഠിക്കേണ്ട വോളിയം ഓഫ് എ സ്ഫിയർ കാണുന്ന ഫോർമുലയാണ്. വോളിയം ഓഫ് എ സ്ഫിയർ കാണുന്ന ഫോർമുലയാണ് മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. 4/3 πr ക്യൂബ്. ഇത് ഏത് സ്ഫിയർ? എർത്തിനെ ഞാൻ സ്പെറിക്കലായി സങ്കല്പിക്കാൻ പോകും. റേഡിയസ് 6 എടുക്കാൻ പോകും. അപ്പോൾ 6 റേഡിയസ് ഉള്ള സ്ഫിയറിന് വോളിയം കാണുന്ന ഒരു സൂത്രവാക്യമാണത്, 4/3 πr ക്യൂബ്. അപ്പോൾ 3 മുകളിലേക്ക് വരും, മറിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 me / 4 πr ക്യൂബ്. ഇതാണ് ഒരു ഫോർമുല, ഡെൻസിറ്റി ഓഫ് എർത്തിൻ്റെ ഒരു ഫോർമുല. ഇതാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്യണം. റോ എന്ന് എഴുതിയാലും മതി. എർത്തിൻ്റെ എന്നറിയാൻ വേണമെങ്കിൽ എർത്തിനോട് ചേർത്താൽ നല്ലത്. 3 me / 4 πr ക്യൂബ്. ഇതാണ് പഠിക്കേണ്ട ഒരു ഫോർമുല. ഇത് മാത്രം പോരാ. ഞാൻ പറഞ്ഞല്ലോ വേറെ ഫോർമുല എപ്പോഴും വേണ്ടി വരുന്നത്, G = gme/r² ബൈ ഹാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഇതിൽ നിന്ന് മാസ് ഓഫ് എർത്ത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പോകണം. ഇവിടെ നിന്ന് എം ഇ എഴുതിയിട്ട് അവിടേക്ക് കോപ്പി ചെയ്യാൻ പോകണം. അപ്പോൾ വേറെ ഫോർമുല ഇവിടെ കിട്ടും. ഡെൻസിറ്റി ഓഫ് എർത്തിൻ്റെ ഈ പുതിയൊരു ഫോർമുല കിട്ടും. ഇവിടുന്ന് എം ഇയുടെ ഫോർമുല ഉണ്ടാക്കാൻ പോകുന്നത് നോക്കൂ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. r² G = gme. അപ്പോൾ അങ്ങനൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി. ഇവിടെ നിന്ന് എം ഇ എന്ന് വെച്ചാൽ എർത്തിൻ്റെ മാസ്, അതിന് ഫോർമുല ഉണ്ടാക്കാൻ പോകണേ. r² × g/g അല്ലേ നോക്കൂ. ഇതെടുത്ത് അവിടേക്ക് കോപ്പി ചെയ്യാൻ പോകും. നേരത്തെ ഉണ്ടാക്കിയ ഫോർമുലയിലേക്ക് കോപ്പി ചെയ്യാൻ പോകും. അപ്പോൾ റോ ആരുടെ? എർത്തിൻ്റെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 3 × മാസ് ഓഫ് എർത്തിന് വരെ അത് കോപ്പി ചെയ്യാൻ പോകും. r² × g/G.
ഇപ്പൊ ഞാൻ ഈ ME മാത്രമേ എഴുതി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതാണ് ME എന്ന സ്റ്റെപ്പ്. ഇത് മാസ് ഓഫ് എർത്തിന്റെ സ്റ്റെപ്പ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പൊ 3ME എഴുതി കഴിഞ്ഞു. 3 × ME എന്ന് പറയുന്ന വാല്യൂ ഇത് കോപ്പി ചെയ്തു ബൈ 4πr³ ഉണ്ട്. അപ്പൊ ഒരു 4πr³ ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുക്കാനുണ്ട്. ഒരു 4πr³. ഇവിടെ r² കൂടി വെട്ടാം. r² വെട്ടിയിട്ട് നമുക്ക് ഒരു 6 ചേർത്താൽ മതിയല്ലോ. ബാക്കിയുള്ള ഫോർമുല എടുത്തു കഴിഞ്ഞാൽ അതാണ് പഠിക്കേണ്ട ഫോർമുല. ഡെൻസിറ്റി ഓഫ് എർത്ത്, റോ ഓഫ് എർത്ത്, എർത്തിനോട് ചേർക്കുന്നത് ഈസ് ഈക്വൽ ടു 3. ഒരു 3 അവിടെ വന്നു. ഒരു G, ചെറിയ G അവിടെ ഉണ്ട് കളയില്. ഒരു 4π അവിടെ കിടപ്പുണ്ട് അടിയിൽ. 4π ഒരു വലിയ ആള് ബാക്കി അവിടെ നിൽപ്പുണ്ട്. r² പോയിട്ട് പിന്നെ ഒരു ക്യാപിറ്റൽ G എഴുതാൻ വിട്ടുപോയി. ഇങ്ങനെ പഠിക്കണം. ഇതാണ് ഫോർമുല. ഇതും പഠിക്കണം. പഠിച്ചാൽ നല്ലത്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് പഠിക്കുന്ന ഫോർമുല. ഈ ഡെറിവേഷൻ പെട്ടെന്ന് എഴുതിക്കുന്നു. ഡെൻസിറ്റി ഓഫ് എർത്ത് എന്നുള്ള ഹെഡിങ്ങില്ല. ഡെൻസിറ്റി ഓഫ് എർത്ത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് എനി ബോഡീസ് മാസ് റേഷ്യോ ഓഫ് മാസ് ആൻഡ് വോളിയം എഴുതി. എന്നിട്ട് ഈ സ്റ്റെപ്പ് എഴുതാം. റോ ഈക്വൽ ടു M/V. ഈ സ്റ്റെപ്പ് എഴുതാം. റോ ഈക്വൽ ടു M/V. റോ എർത്ത് എന്ന് പറഞ്ഞ് എടുത്തെഴുതാം. അപ്പോൾ M എന്നുള്ളത് ME എന്നാക്കണം, മാസ് ഓഫ് എർത്ത്. V എന്നുള്ളത് V എന്നാക്കിയാൽ നല്ലത്, വോളിയം ഓഫ് എർത്ത്. ഈക്വൽ ടു ME ബൈ. അപ്പോൾ ഒരു സ്പെറിക്കൽ ഷേപ്പ് വരച്ചിട്ട് നമുക്കിത് മനസ്സിലാവും. 4/3 πr³ എന്തുകൊണ്ട് എഴുതിയത് മനസ്സിലാവും. എർത്തിന്റെ ആകൃതി നമ്മൾ ഗോളാകൃതിയിൽ അസ്യൂം ചെയ്താൽ എന്തുകൊണ്ട് ഈ ഫോർമുല എടുത്തു എന്ന് മനസ്സിലാവും. 4/3 πr³. 3 മുകളിൽ വരും. 3ME ബൈ 4πr³. ഇവിടെ നിന്ന് പിന്നെ പ്രൊസീഡ് ചെയ്യണമെങ്കിൽ ഈ സ്റ്റെപ്പ് വരും. വി നോ ദാറ്റ് ഇത് അവിടെ വരെ എഴുതിയിട്ട് വി നോ ദാറ്റ് G ഈക്വൽ ടു GME ബൈ r². ഇത് ബൈ ഹാർട്ട് എഴുതി ഫോർമുല. ഇവിടെ നിന്ന് r² ഈ ക്രോസ് മൾട്ടിപ്ലൈ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് ME സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ട് പകർത്തണം ഇവിടേക്ക്. വേഗം കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വരെ. ഈ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെൻസിറ്റി ഓഫ് എർത്ത് പഠിപ്പിക്കാൻ കാരണമുണ്ട്. ഇനി പറയാൻ പോകുന്ന ഡെറിവേഷന് ഈ ഫോർമുല യൂസ് ചെയ്യും. ഇത് സ്റ്റാൻഡേർഡ് ഫോർമുല ആയിട്ട് ഞാൻ യൂസ് ചെയ്യും. ഇനി അടുത്ത തിയറി കണക്കുമ്പോൾ എനിക്ക് വേണ്ടി വരും. പെട്ടെന്ന് നോട്ട് ചെയ്തത് ME ബൈ V, ME ബൈ 4/3 πr³. അപ്പോൾ അതിന് ഷേപ്പ് ഓഫ് എർത്ത് വരച്ചിട്ടാൽ മനസ്സിലാവും പെട്ടെന്ന്. അത് കഴിഞ്ഞാൽ 3 മുകളിലേക്ക് ഇട്ടു. 3ME ബൈ 4πr³. ഇവിടുന്ന് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടി ഫോർമുല എടുത്തു. വി നോ ദാറ്റ് ഇവിടെ സംതിങ് എഴുതാം. വെറുതെ ഇങ്ങനെ എഴുതി പോയത്. വി നോ ദാറ്റ് G ഈസ് ഈക്വൽ. പിന്നെ പ്രൂഫിൻ്റെ ആവശ്യമില്ല. ആ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. GME ബൈ r². ക്രോസ് മൾട്ടിപ്ലൈ സ്റ്റെപ്പ് എഴുതിയാൽ മതി. അത് വെറുതെ അങ്ങനെ എഴുതിയാൽ മതി. അവിടുന്ന് ME സ്റ്റെപ്പ് ഉണ്ടാക്കി. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ME ഇൻ ദ എബവ് ഇക്വേഷൻ എന്ന് പറയണം. ഇവിടെ ഇതാണ് എബവ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ME ഇൻ ദ എബവ് ഇക്വേഷൻ. ഇതിലാണ് ME കൊണ്ട് കോപ്പി ചെയ്തത്. ഇവിടെയാണ് ME എന്ന് പറഞ്ഞാൽ r²G ബൈ G എന്ന് പറഞ്ഞ് കൊണ്ട് കോപ്പി ചെയ്ത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ കൊണ്ട് കോപ്പി ചെയ്തെന്ന് പറയണം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ ഓഫ് ME ഇൻ ദ എബവ് ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് വേണം ഇവിടേക്ക്. അപ്പോൾ r³ r² വെട്ടിപ്പോവും. ബാക്കിയുള്ള എടുത്തു കഴിഞ്ഞാൽ ഉത്തരമായി. ഇതാണ് ഡെറിവേഷൻ. 3G ബൈ 4πrg. ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത് 3G ബൈ 4πrg. 2G ഞാൻ പറയേണ്ടത് 3G ബൈ 4πrg. പറഞ്ഞു പഠിച്ചേ കാണാൻ ഞാൻ കേട്ടോ. 3G ബൈ 4πrg എഴുതുമ്പോൾ ചെറിയ G ആണോ വലിയ G ആണോ മുകളിൽ എങ്ങനെ മറന്നുപോകും, മറക്കാതിരിക്കും. മറന്നുപോയാൽ അങ്ങനെ മറക്കാതിരിക്കും, അങ്ങനെ ഓർമ്മയെ കൊണ്ടുവരും. 3G ബൈ 4πrg അത് പഠിച്ചു കഴിഞ്ഞു ഞാൻ. 3G ബൈ 4πrg. 3G ബൈ 4πrg എന്ന് ഏത് ഉറക്കത്തിൽ ചോദിച്ചാൽ ഞാൻ പറയും. പക്ഷെ എനിക്ക് കൺഫ്യൂഷൻ വന്നു. ചെറിയ G ആണോ മുകളിൽ, അതോ വലിയ G ആണോ മുകളിൽ, ഡൗട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യും? വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ പൊങ്ങിപ്പോകുമോ അതോ താഴേക്ക് വരുമോ? വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ, വെയിറ്റ് കുറഞ്ഞൊരു ഒരു അപ്പപ്പന്താടി ഇട്ട് കഴിഞ്ഞാൽ പൊങ്ങിപ്പോകോ താഴേക്ക് വരുമോ? ഒരു ഹൈഡ്രജൻ നിറച്ച ബലൂൺ പൊങ്ങിപ്പോകോ താഴേക്ക് വരുമോ? പൊങ്ങിപ്പോകും. ചെറിയ G ആണോ വലിയ G ആണോ ചെറുത്? ചെറിയ G ആണോ വലിയ G ആണോ ചെറുത്? ചെറിയ G ആണ്. അത് മുകളിൽ നിൽക്കും. ചെറുത് പൊങ്ങിപ്പോകും. അപ്പപ്പന്താടി മറന്നു പോകും. മുകളിലേക്ക്, താഴേക്കൊന്നും വരില്ല. ബലൂണിൽ എയർ ആണെങ്കിൽ ചിലപ്പോൾ താഴേക്ക് വരും. പക്ഷെ ഹൈഡ്രജൻ ആണെങ്കിൽ മുകളിലേക്ക് പോകും. എയറിനേക്കാൾ വെയിറ്റ് കുറവാണ് ഹൈഡ്രജൻ. അപ്പോൾ ചെറിയ G ആണ് മുകളിൽ. G മുകളിൽ വന്നാൽ പിന്നെ ഒരു G ബാക്കിയല്ലേ ഉള്ളൂ. ഫോർമുല പഠിക്കണം. 3G ബൈ 4πrg. ഇതിൽ നിന്നാണ് പ്രൊസീഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഹെഡിങ് എഴുതേണ്ടത്, നെക്സ്റ്റ് ഹെഡിങ് എഴുതേണ്ടത് വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. പുതിയ ഹെഡിങ് എഴുതേണ്ടത് വേരിയേഷൻ ഓഫ്. ഇവിടെ വരെ ഇത് എഴുതി കഴിഞ്ഞാൽ ഇവിടെ വരെ എഴുതി കഴിഞ്ഞാൽ കേട്ടോ. ഇവിടെ വരെ എഴുതി. അടുത്ത ഹെഡിങ് ഇവിടുന്ന് അടുത്ത് പ്രൊസീഡ് ചെയ്യണം. തിയറി വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്.
വിത്ത് ഡെപ്ത് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഡെപ്തിനനുസരിച്ച്, അതാ ഉദ്ദേശിച്ചത്, ഡെപ്തിനനുസരിച്ച്. നമ്മളിപ്പോൾ എവിടെയൊക്കെ പോയി ഈ ചാപ്റ്ററിൽ? എർത്തിന്റെ സർഫസിൽ പല സ്ഥലങ്ങളിൽ പോയി. അവിടെ വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്റ്റഡി ചെയ്തു. ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയി. അതാണ് ഇപ്പോൾ നമ്മൾ ഡെറൈവ് ചെയ്ത ഫോർമുല തൊട്ട് മുമ്പ്. ഇനി നമ്മൾ പോകാൻ പോണ എവിടെയാന്ന് പറയട്ടെ? ഡിഗ് ചെയ്ത് എർത്തിന്റെ അടിയിലേക്ക് പോകണം. എർത്തിന്റെ റേഡിയസ് എത്രയാന്ന് ഞാൻ പറഞ്ഞതിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? എർത്തിന്റെ റേഡിയസ് 6400 മീറ്റർ അല്ല, കിലോമീറ്റർ. 6400 കിലോമീറ്റർ റേഡിയസ് ഓഫ് എർത്ത് ആണ് കേട്ടോ. ഈ ചാപ്റ്ററിലെ കണ്ടമാനം ഡെറിവേഷൻസ് കയറി വരും. അതാണ് ഈ ചാപ്റ്ററിൻ്റെ ഒരു ഗുണവും ദോഷവും. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ അതൊന്നുമില്ല, പഠിച്ചില്ലെങ്കിൽ ഇതൊന്നുമില്ല. പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഒന്നുമില്ല, സിമ്പിളാണ്. പഠിച്ചില്ലെങ്കിൽ ഒന്നുമില്ല, ഒന്നും ഉണ്ടാകും, തലയിലൊന്നും ഉണ്ടാകും പഠിച്ചില്ലെങ്കിൽ. പിന്നെ ഈ ഡെപ്തിലേക്ക് ഞാൻ പോകാൻ കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പടം വരച്ചിട്ടോ. ഇത് സ്പെറിക്കൽ ഷേപ്പാണ് എർത്തിന് ഞാൻ കാണിച്ചിരുന്നത്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരു പോളാർ റീജിയനിൽ നിന്ന് ഡിഗ് ചെയ്ത് ഉള്ളിലേക്ക് കാണാൻ പോകും. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്ഥലം എടുക്കാൻ പോകും. ഈ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ ആ സ്ഥലത്തിൻ്റെ ഒരു അഡ്രസ്സ് വേണമല്ലോ. ഇത് KMK ആശുപത്രിയുടെ ജംഗ്ഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാറി അല്ലെങ്കിൽ 1/2 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഉണ്ടല്ലോ. അതേമാതിരി ഒരു ഡെപ്ത് എടുക്കാൻ പോകും. ഈ സ്ഥലത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഞാൻ G' എന്ന് വിളിക്കാൻ പോകും. എർത്തിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് അവിടെ മാസ് ഓഫ് എർത്ത് MB എന്ന് കാണിക്കാം. എർത്തിന്റെ റേഡിയസിനെ ഞാൻ അടയാളപ്പെടുത്താൻ പോണത്, എർത്തിന്റെ റേഡിയസ് ഞാൻ കാണിക്കാൻ പോണത് R എന്നാണ്. R റേഡിയസ് ഓഫ് എർത്ത്. അപ്പോൾ സെൻറ്റർ ഓഫ് എർത്തിൽ നിന്ന് ഇത്രയും ഉയരം അല്ലെങ്കിൽ ഈ ദൂരം മാത്രം കാണിച്ചാൽ അത് R-D ആണ്. ഇത്ര കാര്യങ്ങൾ പടത്തിൽ വേണം, നമ്മുടെ ഫിഗറിൽ ഇത്ര കാര്യങ്ങൾ വേണം. എന്തൊക്കെയാണ്? എർത്തിന്റെ ഷേപ്പ് സ്പെറിക്കലായി കാണിച്ചു. ഇടയ്ക്ക് എവിടെ ഒരു സ്ഥലം ഞാൻ ചൂസ് ചെയ്തു. എവിടെയാണ് ചൂസ് ചെയ്തത്? ഡിഗ് ചെയ്ത് ഭൂമിയുടെ ഉള്ളിലേക്ക് പോലോ. നിങ്ങൾ ഈ മൈൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഖനികൾ, മൈനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഭയങ്കര സാലറി കേട്ടോ. മൈനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സിനെ ചോദിച്ചറിയാം. മൈൻ എന്ന് പറഞ്ഞാൽ ഡിഗ് ചെയ്ത് പോയി ഉള്ളിൽ, അത് ഭയങ്കര ഡേഞ്ചറസാണ്. അതുകൊണ്ട് അവിടെ ശമ്പളം കൂടുതൽ കൊടുക്കും. മാസം 10 ലക്ഷം 20 ലക്ഷം ഒക്കെ ശമ്പളം കൊടുക്കും മൈൻസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. കാരണം മൈനിൽ പോയി വർക്ക് ചെയ്ത് തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ഭയങ്കര ഗ്യാസസ് ഒക്കെ വന്ന് ഫ്യൂംസ് ഒക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ആളവിടെ വെച്ച് ക്ലോസ് ആവും. അതുകൊണ്ടാണ് ഈ ഹൈ സാലറി കൊടുക്കുന്നത്. ആ റിസ്ക് എടുത്ത ആൾക്കാരെ ജോലിക്ക് പോകും. കാരണം കുറച്ചാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി വീട്ടിലിരുന്നാൽ മതി. സോ മൈൻ, ആ മൈൻ ഇങ്ങനെ കുഴിച്ചു പോകില്ലേ, അങ്ങനെ മൈനിലേക്ക് ഇങ്ങനെ കുഴിച്ച് നമ്മൾ എത്ര കിലോമീറ്റർ വരെ പോയാൽ സെൻറ്ററിലെത്തും? 6400 കിലോമീറ്റർ ഡിഗ് ചെയ്ത് ഉള്ളിൽ കയറിയാൽ ഇതാണ് എർത്തിൻ്റെ റേഡിയസ്. മീറ്റർ അല്ലാട്ടോ, കിലോമീറ്റർ ആണ്. ഇത്രയും കിലോമീറ്റർ, ഇതാണ് റേഡിയസ് ഓഫ് എർത്ത്. R-എന്നൊക്കെ എഴുതും ബുക്കുകളിൽ. അപ്പം ഞാനിവിടെ ഈ സ്ഥലത്തെ പരിചയപ്പെടുത്തി. ഈ സ്ഥലം എവിടെയാണ്? സർഫസ് ഓഫ് എർത്തിൽ നിന്ന് കുഴിച്ച് ഡിഗ് ചെയ്ത് എവിടെ പോയി? D എന്ന ഡെപ്തിലേക്ക് പോയി. ആ സ്ഥലം സെൻറ്റർ ഓഫ് എർത്തിൽ നിന്ന് എത്ര അകലത്തിലാണ്? R-D അകലത്തിലാണ്. എക്സാമ്പിൾ, ഡെപ്ത് 1000 കിലോമീറ്റർ. അപ്പോൾ R-D 5400 കിലോമീറ്റർ. കാരണം R എത്രയാണ്? 6400 കിലോമീറ്റർ. രണ്ടാമത്തെ എക്സാമ്പിൾ, ഡെപ്ത് 2000 കിലോമീറ്റർ. അപ്പോൾ R-D എത്രയാണ്? 6400 2000 കുറയ്ക്കും, 4400 കിലോമീറ്റർ. അടുത്ത് ഡെപ്ത് 6400 കിലോമീറ്റർ. ഡെപ്ത് 6400 കിലോമീറ്റർ. അതേതാ സ്ഥലം? സെൻറ്റർ ഓഫ് എർത്ത്. അപ്പോൾ R-D എത്രയാണ്? 0. ഡെപ്ത് 0 ആണ്. ആ സ്ഥലം ഏതാ? സർഫസ് ഓഫ് എർത്ത്. എവിടെ എടുത്താലും കുഴപ്പമില്ല. എവിടെ എടുത്താലും കുഴപ്പം. റേഡിയസ് നമ്മൾ R-ന്ന് ഇലക്ട്രിക്കൽ ഷേപ്പ് അല്ല എടുത്തത്, സ്പെറിക്കൽ ഷേപ്പാണ്. അപ്പോൾ എവിടെ എടുത്താലും ഇവിടെ ഒരു സ്ഥലം എടുത്താൽ ഇവിടുത്തെ ഡെപ്ത് 0 ആണ്. ഇവിടെ ഒരു സ്ഥലം എടുത്താൽ ഡെപ്ത് ഉണ്ട്, ഇവിടെ ഒരു സ്ഥലം എടുത്താൽ ഡെപ്ത് ഉണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു, ഇവിടുന്ന് കാണിച്ചാൽ ഇവിടുന്ന് ഞാൻ D എന്ന ഡെപ്തിൽ സ്ഥലം ചൂസ് ചെയ്തു. ആ സ്ഥലത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതിനെ G' എന്ന ചിഹ്നത്തിൽ വിളിക്കാൻ പോകും. എർത്തിന്റെ സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ഞാൻ വിളിക്കാൻ പോണത് G എന്നാണ്. ഈ ഭൂമിയുടെ പ്രതലം, അതായത് ഇവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ G എന്നും ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ G' എന്ന് വിളിക്കാൻ പോകും. ഇനി നമ്മൾ പഠിച്ചൊരു ഫോർമുല കോപ്പി ചെയ്യാൻ പോകണേട്ടോ, നോക്കിക്കോളൂ. G is equal to ഇപ്പം എഴുതാൻ പറ്റേ GME/R². കുറച്ചുകൂടി എളുപ്പത്തിലുള്ള ഡെറിവേഷനിലേക്ക് ഞാൻ വരാം. കുറച്ചുകൂടി എളുപ്പ വഴിയിൽ ചെയ്യാം കേട്ടോ. എളുപ്പ വഴി ചെയ്യാൻ പറ്റുന്ന ഡെൻസിറ്റി എടുത്തിട്ടാണ്. ഞാൻ ഡെൻസിറ്റി ഓഫ് എർത്തിന്റെ സ്റ്റെപ്പ് എഴുതട്ടെ. ρ is equal to
3g/4πrg. ഇതാണല്ലോ നേരത്തെ പഠിച്ച ഫോം. എഴുതാൻ പറ്റും. ഡെൻസിറ്റി ഓഫ് എർത്ത് വേറെ രീതിയിൽ കൂടി എഴുതട്ടെ, വീണ്ടും വേറെ തരത്തിൽ എഴുതട്ടെ. റോ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഉള്ളിലേക്ക് പോയപ്പോൾ ജി ഡാഷ് ആണ്, ജി മാറ്റി ജി ഡാഷ് ആയി 4π. ആ സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ ഒരു സ്ഫിയർ സങ്കല്പിച്ചാൽ ആ റേഡിയസ് ആർ അല്ല, r-d ആണ്. ക്യാപിറ്റൽ ജി ഇസ് എ ഫിസിക്കൽ കോൺസ്റ്റന്റ്. ഇവിടെ വിലയ്ക്ക് മാറ്റം വരില്ല, എവിടേക്കാണ് പോയത്. 2 സ്റ്റെപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇത് എർത്തിന്റെ ഡെൻസിറ്റിയാണ്. 3 ഇൻറ്റു ജി, ഈ ജി അവിടുത്തെ ജി ആണ്, സർഫസ് ഓഫ് എർത്തിലുള്ള ജി ആണ്, സർഫസ് ഓഫ് എർത്ത്. 4πrg, ഈ ആർ ഏതാണ്? എർത്തിന്റെ മുഴുവൻ റേഡിയസ് ആണ്, 6400 കിലോമീറ്റർ. ക്യാപിറ്റൽ ജി ഇസ് എ കോൺസ്റ്റന്റ് നമുക്കറിയാം. ഇതേതാണ്? അതേ ഡെൻസിറ്റിയാണ്. അതെങ്ങനെയാ ഈ 2 ഇക്വേഷൻ പ്രകാരം ഒരേ റോ എന്ന് എഴുതാൻ പറ്റണേ? വലിയൊരു കരിങ്കല്ലിനും ചെറിയ കരിങ്കല്ലിനും ഒരേ ഡെൻസിറ്റിയാണ്. വലിപ്പം കൂടുമ്പോൾ മാസ് കൂടുന്നു, വോളിയം കൂടുന്നു. വലിപ്പം കുറയുമ്പോൾ മാസ് കുറയുന്നു, വോളിയം കുറയുന്നു. മാസ് ബൈ വോളിയം മാറുന്നില്ല. ഐ റിപ്പീറ്റ്, വലിയൊരു റോക്ക് എടുത്താൽ ആ വലിയ റോക്കിന് വലിയ സൈസാണ്, വലിയ സൈസിന് വലിയ മാസാണ്. വലിയ മാസ് ബൈ വലിയ വോളിയം എന്ന് പറയുന്ന റോ എന്താണോ അതും. ചെറിയൊരു കഷ്ണം കരിങ്കല്ല് എടുക്കാം, ഒരു പീസ് മാത്രം, വലിയ പീസ് വേണം, ചെറിയൊരു പീസ്, കുറച്ച് മാസ്, കുറച്ച് വോളിയം, കുറച്ച് മാസ് ബൈ കുറച്ച് വോളിയം, ഉത്തരം അത് തന്നെ. വലിയ മാസ് ബൈ വലിയ വോളിയം, ഉത്തരം അത് തന്നെ. മെറ്റീരിയൽ മാറിയാലേ ഡെൻസിറ്റി. ഇപ്പം റോക്കെന്ന് ഞാൻ പറഞ്ഞു, വലിയ റോക്ക് ചെറിയ റോക്ക് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. വോളിയം വ്യത്യാസമുണ്ട്, മാസ് വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റോയെ കുറിച്ചാണ്. ഡെൻസിറ്റി ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മെറ്റീരിയൽ. റോക്കിന്റെ ഡെൻസിറ്റി അല്ല സ്റ്റീലിൻ്റെത്, അതല്ല ഒരു ഗ്യാസിൻ്റെത്, അതല്ല വാട്ടറിൻ്റെത്, അതല്ല ഒരു ഓയിലിൻ്റെത്, അതല്ല ന്യൂക്ലിയസിൻ്റെ ഡെൻസിറ്റി വേറെയാണ്. ഹൈ ഡെൻസിറ്റിയാണ് ന്യൂക്ലിയസിന്. എന്താ നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നുണ്ട്, ആറ്റം. ആറ്റത്തിൻ്റെ എന്താണ് സെന്റർ, എന്താണ് അതിൻ്റെ പേര്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൽ പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്, ഇലക്ട്രോൺ പേരെ ഓർബിറ്റുകളാണ്. ന്യൂക്ലിയസിൽ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ. ആ ന്യൂക്ലിയസിന് ഡെൻസിറ്റി ഒരു സംഭവമുണ്ട്, ഹൈ ഡെൻസിറ്റിയാണ്. 10⁻17 നടക്കുന്നത് ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിൽ പറയുമ്പോൾ വെള്ളത്തിന്റെ ഡെൻസിറ്റി വെറും 1000 നടക്കുന്നത്, എന്ന് വെച്ചാൽ 10 ക്യൂബ്. 1000 എന്ന് പറഞ്ഞാൽ 10 ക്യൂബിലാണ് നടക്കുന്നത്. വെള്ളത്തിന്റെ ഡെൻസിറ്റി 1000 ആണ്. കറക്റ്റ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ, പ്യുവർ വാട്ടർ എടുത്താൽ പ്യുവർ വാട്ടർ ഡെൻസിറ്റി റോ ഈക്വൽ ടു വാട്ടറിന്റെ ഡെൻസിറ്റി 1000 kg/m³ ആണ്. 1000 കിലോഗ്രാം ഉണ്ട് ഒരു m³ വോളിയത്തിൽ. നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ ടാങ്ക് ഉണ്ടല്ലോ, വാട്ടർ ടാങ്ക്, കിണറിൽ നിന്ന് അല്ലെങ്കിൽ മുനിസിപ്പൽ വാട്ടർ അടിച്ച് കയറ്റുന്ന ടാങ്ക്, അത് 1000 ലിറ്റർ ആണെന്ന് വിചാരിക്കട്ടെ. 1000 കിലോ ആണത്, 1000 കിലോഗ്രാമാണ്. അതിൻ്റെ വോളിയം ഒരു m³ ആണ്. 1000 ലിറ്റർ ആണ് എൻ്റെ വോളിയം ഒരു m³ ആണ്. ഞാൻ ലിറ്ററിൻ്റെ കൺവേർഷൻ ഞാൻ ഇപ്പം തൽക്കാലം പറയുന്നില്ല. 1 m³ വോളിയം ഓഫ് വാട്ടർ എടുത്താൽ അത് 1000 kg ആണ്. ഇത് അറിയണം കേട്ടോ, അതാണ് എഴുതിയ ദിവസം 1000 kg/m³. എന്നാൽ ഞാൻ ഈ ഇരുമ്പിൻ്റെ ഡെൻസിറ്റി പറയട്ടെ. ഇരുമ്പിൻ്റെ ഡെൻസിറ്റി 7800 ആണ്, യൂണിറ്റ് അത് തന്നെ, kg/m³. പിന്നെ റോക്കിന്റെ ഡെൻസിറ്റി പറയട്ടെ. റോക്ക്, പാറക്കല്ല് 3000 kg/m³ ആണ്. 3000 kg/m³ ആണ്. മെർക്കുറിയുടെ ഡെൻസിറ്റി പറയട്ടെ, 13600 kg/m³ ആണ്. മെർക്കുറി ഇസ് എ ലിക്വിഡ് ബട്ട് ഇറ്റ് ഇസ് എ മെറ്റൽ. ആകെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരേ ഒരു മെറ്റൽ മെർക്കുറിയാണ് കേട്ടോ. ലിക്വിഡ് സ്റ്റേറ്റിൽ കാണാവുന്ന അല്ലെങ്കിൽ പറയാവുന്ന ഒരേ ഒരു മെറ്റല് മെർക്കുറിയാണ്. ബാക്കി എല്ലാ മെറ്റലും സോളിഡ് ആണ്. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ സോളിഡ് ആണ്, അലൂമിനിയം സോളിഡ് ആണ്, ഗോൾഡ് സോളിഡ് ആണ്, ബ്രാസ് സോളിഡ് ആണ്, സ്റ്റീല് സോളിഡ് ആണ്, ഒക്കെ സോളിഡ് സ്റ്റേറ്റിലാണ്. പക്ഷേ മെർക്കുറി ഇസ് എ മെറ്റൽ ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ലിക്വിഡ് സ്റ്റേറ്റ് വിത്ത് വെരി ഹൈ ഡെൻസിറ്റി. സ്റ്റീലിന് വരെ ഇത്ര ഡെൻസിറ്റി. കാസ്റ്റ് അയൺ ആണ് ഈ സ്റ്റീൽ എന്ന് പറയുന്നത്. കാസ്റ്റ് അയൺ തന്നെ സ്റ്റീൽ. അപ്പൊ അയൺ അല്ലെങ്കിൽ കാസ്റ്റ് അയണൊക്കെ ഇത്ര ഡെൻസിറ്റി. ഇത് പാറയുടെ ഡെൻസിറ്റിയാണ്, പാറക്കല്ല്. കോപ്പർ അലൂമിനിയം ഒക്കെ എടുത്താൽ ഇതിനേക്കാൾ കുറച്ച് കുറവാണ്. ഈ കാസ്റ്റ് അയണേക്കാൾ കുറച്ച് കുറവാണ്. ഒരു 6000-5000 റേഞ്ചിൽ വരും, കറക്റ്റ് ഓർക്കുന്നില്ല. ഇത് 13600. ഇത് ആരുടെയാണ്? മെർക്കുറിയുടെ ഡെൻസിറ്റിയാണ്. അപ്പോഴും ഞാൻ 13.6 എന്നൊരു സംഖ്യ എഴുതിയാൽ ഇൻറ്റു 10⁻³ എന്ന് എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. 13.6 കഴിഞ്ഞ് ഇതിന് 10⁻³ എന്ന് എഴുതാം. വെള്ളത്തിന്റെ ഡെൻസിറ്റി വെറും 10⁻³ എന്ന് എഴുതാൻ പറ്റും. 1 × 10⁻³. ഇതേതാന്ന് പറയട്ടെ, ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റിയുടെ ഓർഡറാണ്. എത്ര ഹൈ ആന്ന് നോക്കി. 10⁻17 അടക്കണേ, 10⁻³ അവിടെ കിടക്കണം, 10⁻17 അവിടെ കിടക്കണം. എത്ര വലിയ സംഖ്യ എന്നറിയാമോ? ന്യൂക്ലിയർ മാറ്റർ അത്ര കോമ്പാക്റ്റ് ആണ്.
ന്യൂക്ലിയർ മാറ്റർ, ന്യൂക്ലിയസിന്റെ മാറ്റർ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണും ന്യൂട്രോണും ആണ് ന്യൂക്ലിയസിൽ സ്ഥിതി ചെയ്യുന്ന ഏത് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം. അത് വളരെ കോമ്പാക്റ്റ് ആണ്. വലിപ്പം പറയുമ്പോൾ ഡെൻസിറ്റി കുറഞ്ഞോളന്നില്ല, വലിപ്പം തീരെ കുറവാണ്. പക്ഷേ അത്രയും വലിപ്പത്തിൽ അടങ്ങിയേക്കണ മാസ് കൂടി സങ്കല്പിക്കേണ്ടി വരും. മാസ് ബൈ വോളിയം, നേരത്തെ പറഞ്ഞു മാസ് ബൈ വോളിയം. ആ മാസ് ബൈ വോളിയത്തിൽ നമ്മൾ ഒരു എർത്തിനെ സംബന്ധിക്കുന്ന ഒരു ഡെൻസിറ്റിയുടെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി. ഇത് പഠിക്കണം, ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഇതിൽ നിന്ന് ഞാൻ ഒരു ഫോർമുല കൂടി ഉണ്ടാക്കി. എങ്ങനെയാണ് ഈ ഫോർമുല ഉണ്ടാക്കി? ജി കളഞ്ഞ് ജി ഡാഷ് ആക്കി. എവിടത്തെയാണ്? ഇവിടുത്തെ ജി ആണ് ജി എന്ന് വിളിച്ചത്. ഇവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ ജി എന്ന് വിളിക്കാൻ പറ്റില്ല, അത് വേറെയാ. ജി ഡാഷ് എന്ന് വിളിച്ചു, ആയിക്കോട്ടെ. അപ്പൊ ജി കളഞ്ഞ് ജി ഡാഷ് ആക്കി. ഇവിടുത്തെ സെന്ററിൽ നിന്ന് ഇവിടം വരെ എത്ര അകലമുണ്ട്? അപ്പൊ ഇതിൽ 6 വന്നേ. സെന്ററിൽ നിന്ന് ഇവിടം വരെ എത്ര അകലമുണ്ട്? R-D. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു, ഡെപ്ത് 1000 കിലോമീറ്റർ, അപ്പൊ R-D 5400 കിലോമീറ്റർ. ഡെപ്ത് 2000 കിലോമീറ്റർ, അപ്പൊ R-D 4400 കിലോമീറ്റർ. ഏത് 6400 ഇത് കുറച്ചു ആ ഡെപ്ത്. അപ്പൊ ഇവിടെ 6 വന്ന സ്ഥലത്ത് R-D ആക്കിയാൽ റോ തന്നെയായി നിലനിൽക്കും. അത് പറയാൻ വേണ്ടിയിട്ടാണ് ചെറിയ റോക്കോ വലിയ റോക്ക് എന്നൊക്കെ. ചെറിയ റോക്കിനും വലിയ റോക്കിനും ഒരേ ഡെൻസിറ്റി. ചെറിയൊരു ഗോൾഡിന്റെ പീസ് എടുത്താലും വലിയൊരു ഗോൾഡിന്റെ ബ്ലോക്ക് എടുത്താലും ഒരേ ഡെൻസിറ്റി. ഒരു തുള്ളി വെള്ളം എടുത്താലും ഒരു ബക്കറ്റ് വെള്ളം എടുത്താലും ഒരേ ഡെൻസിറ്റി 1000 kg. ഒരു ചെറിയ ഡ്രോപ്പ് ഓഫ് വാട്ടർ എടുത്താലും ഒരു വലിയ വോളിയം ഓഫ് വാട്ടർ 4 ബക്കറ്റ് 10 ബക്കറ്റ് ഒരു വലിയ ടാങ്കിലേക്ക് ഒഴിച്ചു, അതിനും 1000 kg/m³ ആണ്. വലുപ്പം കൂടുന്നതനുസരിച്ച് മാസ് കൂടുന്നുണ്ട് എന്ന് ഓർക്കുക. മാസ് ബൈ വോളിയം മാറില്ല. മാസ് ബൈ വോളിയം മാറുന്ന എപ്പോഴാണ്? മെറ്റീരിയൽ മാറുമ്പോഴേ മാറുള്ളൂ. അതാണ് പല മെറ്റീരിയൽ എഴുതി കാണിച്ചത്. ഇത് റോക്കിന്, ഇത് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ സ്റ്റീൽ എന്ന് പറയാം. ഇത് മെർക്കുറിക്ക് ഈ എഴുതിയത്. ഇതിന്റെ കൂടെ സംഖ്യകളുണ്ട് കേട്ടോ, ഇതിന്റെ കൂടെ സംഖ്യകളുണ്ട്. ഞാൻ 10⁻⁷ ഓർഡറിലെന്നേ പറയുന്നുള്ളൂ. ന്യൂക്ലിയസിന്റെ ഡെൻസിറ്റി ഓഫ് ദി ഓർഡർ ഓഫ് 10⁻17. വലിയ സംഖ്യയാണ്. അപ്പൊ ഞാൻ ഈ ഫോർമുല എടുത്തിട്ട് കോപ്പി ചെയ്തു. 6 കളഞ്ഞ് R-D ആക്കിയപ്പോ ജി കളഞ്ഞ് ജി ഡാഷ് ആക്കി. അപ്പൊ ഫുൾ വോളിയം ഓഫ് എർത്ത് വെച്ചിട്ട് ഞാൻ ഡെൻസിറ്റി ചെയ്തു. ഇത്രയും വോളിയം ഓഫ് എർത്ത് ഈ വരച്ചാണ് ഈ റൗണ്ട്. അത്രയും വോളിയം ഓഫ് എർത്ത് വെച്ചിട്ട് ഡെൻസിറ്റി ചെയ്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മാറാൻ പാടില്ല. എന്താ കാരണം? വലിയ സാധനത്തിനും ചെറിയ സാധനത്തിനും ഒരേ സാധനം ആണെങ്കിൽ ഒരു ഡെൻസിറ്റി. ഇവിടെ ഞാൻ പറയുന്ന മെറ്റീരിയൽ എന്താണ്? എർത്താണ്. എർത്ത് എന്ന് പറയുന്നത് ഫുൾ വോളിയം എടുത്തിട്ട് ഞാൻ ഡെൻസിറ്റി എഴുതി, ആയിക്കോട്ടെ. എർത്തിന് കുറച്ച് വോളിയം എടുത്തിട്ട് ഞാൻ ഡെൻസിറ്റി എഴുതി, ഇത്രയും വോളിയം എടുത്തിട്ട് ഡെൻസിറ്റി എഴുതി. അപ്പോൾ ഇവിടെ 6 കളഞ്ഞ് R-D ആണ്. ഇനി ഞാൻ പ്രൊസീഡ് ചെയ്യുന്ന എഴുതിയാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് എഴുതി തുടങ്ങാം. ഇപ്പം നിങ്ങൾ എഴുതല്ലേ. രണ്ടും കൂടി ഞാൻ ഇക്വേറ്റ് ചെയ്യാൻ പോണേ കേട്ടോ. രണ്ടും കൂടി എടുത്ത് ഇക്വേറ്റ് ചെയ്യാൻ പോകും. ഒരേ ഡെൻസിറ്റിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടി എടുത്ത് ഇക്വേറ്റ് ചെയ്യാൻ പോകും. എങ്ങനെ ഇക്വേഷൻ വരാൻ പോണെന്ന് നോക്കോളൂ. 3 × G by നോക്കിയിരുന്നാൽ മതി. 4πRG ഇക്വേറ്റഡ് ടു 3 × G dash by 4πR-D × G. ഒരേ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് 3 വെട്ടാൻ പറ്റും, 4π വെട്ടാൻ പറ്റും, ക്യാപിറ്റൽ G വെട്ടാൻ പറ്റും, പിന്നെ ഇനി വെട്ടാണെന്നില്ല. അപ്പോൾ G/R = G dash by R-D എന്നൊരു സ്റ്റെപ്പ് കിട്ടും. പ്രൂഫ് തയ്യാറായി. ഇതിൽ ഞാൻ G ഡാഷിന് സ്റ്റെപ്പ് ഉണ്ടാക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. G dash × R is equal to G × R-D. എനിക്ക് വേണ്ട G ഡാഷിന്റെ ഫോർമുലയാണ്. G dash equal to G × R-D divided by R. ഇത് ബൈ ഹാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് അത് ബൈ ഹാർട്ട് ചെയ്താലും മതി. അടുത്തൊരു സ്റ്റെപ്പ് G dash is equal to G അവിടെ നിൽക്കട്ടെ, G × R/R എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 - D/R എന്ന് പറഞ്ഞാൽ D/R എന്ന് മാറ്റി എഴുതാം. ഇതും ഒരേ ഫോർമുലയാണ്, വ്യത്യാസമുണ്ട്. 2 തരത്തിൽ എഴുതിയിരുന്നു. ഇങ്ങോട്ട് പറയാം. G എന്ന് മാറ്റി എഴുതി, R വെച്ചിട്ട് ഈ R-നെ ഡിവൈഡ് ചെയ്യാം. R/R. വാട്ട് ഇസ് R/R? 1 മൈനസ് ഇട്ടു. ശരി. D/R കൊണ്ട് ഡിവൈഡ് ചെയ്യാം. D/R. 1 - D/R എന്ന് വായിക്കണം. 1 - D/R. 1 - D/R അല്ല, 1 - D/R. 1 - D R കൊണ്ട് ഡിവൈഡ് ചെയ്തില്ല. 1 - D/R അങ്ങനെ വായിക്കണം. 1 ഇങ്ങനെ എഴുതുന്നു. ഈ ഫോർമുല പഠിച്ചാലും മതി, ഇത് പഠിച്ചാലും മതി. ഇതിൻ്റെ പ്രൂഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് കുറേ പ്രൂഫുകളൊക്കെ ഈ ചാപ്റ്ററിൽ ഫുള്ള് ഡെറിവേഷൻസ് ആണ്, പഠിക്കാതെ നിർത്തിയില്ല. എളുപ്പവഴി ഒന്നുമില്ല, പഠിച്ചെടുക്കൽ മാത്രമേ നിർത്തുള്ളൂ. അപ്പോൾ ഹെഡിങ് എഴുതി വേരിയേഷൻ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിത്ത് ഡെപ്ത്. എന്നിട്ട് ഈ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്തോളൂ. കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഈ ഡയഗ്രം കംപ്ലീറ്റ് ചെയ്തോളൂ. കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ എഴുതി തുടങ്ങണം. കൺസിഡർ എ പ്ലേസ് പടം കംപ്ലീറ്റ് ആക്കിയിട്ട് കൺസിഡർ എ പ്ലേസ് അറ്റ് എ ഡെപ്ത് D
Consider a place at a depth D. Consider a place at a depth D. ചെറിയ D എന്ന്. Consider a place at a depth D. Small letter D എഴുതണം. D. We can derive an equation. G dash equal to. We can derive an equation. ഈ ഫോർമുല G dash equal to G into 1 minus D by R. ഈ ഫോർമുല. We can derive an equation. G dash equal to G into 1 minus D by R. We can derive an equation. G dash equal to G into G കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടും. എന്നിട്ട് 1 കഴിഞ്ഞ് മൈനസ് ഇടും. 1 മൈനസ് D by R മാറ്റി ഇടും. 1 മൈനസ് D എന്ന് ന്യൂമറേറ്ററിൽ എഴുതില്ലേ അറിയാണ്ട്. 1 മൈനസ് D by R. ഇത് കോളത്തിലാക്കി വെച്ചു. ഇതാണ് പ്രൂഫിലേക്ക് വരാൻ പോകുന്നത്. അതിൻ്റെ പ്രൂഫിന് എഴുതാൻ താഴെ പ്രൂഫ് എന്ന് എഴുതിയിട്ട് ഇവിടെ തുടങ്ങാം. We know that rho equal to 3g by 4 pi rg. ഇതിപ്പോൾ പഠിച്ച ഫോർമുലയാണ്. 3g by 4 pi rg. Also rho equal to 3 into g കളഞ്ഞ് g dash നാക്കും. ചെറിയ g dash by 4 pi ഇറക്കിയത് 6 കളഞ്ഞ് r minus d നാക്കും. ആ പടം നോക്കിയാൽ മനസ്സിലാവും. മുഴുവൻ വോളിയം എടുത്താൽ ഇതാണ് ഫോർമുല. ഡെപ്ത് കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്തിന്റെ വോളിയം എടുത്താൽ ഇതാണ് ഫോർമുല. രണ്ടും ഒരേ ഫോർമുല തന്നെയാണ്. ഐ മീൻ ഒരേ ഡെൻസിറ്റി തന്നെയാണ്. 6 മാറ്റി r minus d ആക്കി. ആയിക്കോട്ടെ. അതുകൊണ്ട് വലിപ്പം കുറഞ്ഞു മാത്രമേ ഉള്ളൂ. വലിപ്പം കുറയുമ്പോൾ മാസ് കുറഞ്ഞു, മാസ് കുറയുമ്പോൾ വോളിയം കുറഞ്ഞു. മാസ് കുറയുമ്പോൾ വോളിയം കുറഞ്ഞാൽ മാസ് ബൈ വോളിയം മാറില്ല. മാസ് ബൈ വോളിയം ആണ് ഡെൻസിറ്റി. അതുകൊണ്ടാണ് റോ തന്നെ എഴുതിയത്. അല്ലെങ്കിൽ ആ റോ ഡാഷ് എന്ന് എഴുതിയാണ്. വേറെ ഡെൻസിറ്റി ആണെങ്കിൽ റോ ഡാഷ് എന്ന് എഴുതിയാണ്. റോ തന്നെ. ഈ റോ തന്നെ ഈ റോ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇക്വേറ്റ് ചെയ്യാം. 3g by 4 pi rg equal to 3g dash by 4 pi r minus d into g. എന്നിട്ട് വെട്ടാവുന്നൊക്കെ വെട്ടി ബാക്കിയുള്ളത് ഇറക്കിയത്. ബാക്കിയുള്ളത് സ്റ്റെപ്പ് ഇറക്കിയത് എങ്ങനെയാണത് കേട്ടോ. ജി ബൈ ആർ ഈക്വൽ ടു ഏതൊക്കെ വെട്ടിയേ? ക്യാപിറ്റൽ ജി വെട്ടിപ്പോയി, 4 pi ക്യാൻസലായി പോയി, 3 ക്യാൻസലായി പോയി. ബാക്കി ആരൊക്കെ ഉണ്ട്? ഒരു ചെറിയ ജി ഉണ്ട്, ഒരു വലിയ ആർ ഉണ്ട്. LHS കഴിഞ്ഞു. ഈക്വൽ ടു ഇവിടെയോ ചെറിയ ജി ഡാഷ് ഉണ്ട്, ഒരു r minus d ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് ഈ സ്റ്റെപ്പ് ഇട്ടാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു സ്റ്റെപ്പ് കൂടി ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പിന് മുമ്പ് g into r minus d equal to r into g dash അങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാക്കി. എന്നിട്ട് അതിൽ നിന്ന് സ്റ്റെപ്പ് എടുത്തു. ഇപ്പോഴേ മനസ്സിലാവുള്ളൂ. ആ സ്റ്റെപ്പ് വിഴുങ്ങിയിട്ട് എഴുതാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ആ മാത്സ് നിങ്ങളുടെ സ്ട്രോങ് ആണെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടൊക്കെ എഴുതാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുന്ന സ്റ്റെപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഈ ആൻസറിലേക്ക് എന്തായാലും വേണം. ഇതൊരു കോളത്തിലാക്കി വെച്ച് വേണ്ടി വരും.